ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പ്ലേസ്. ഞാനിന്ന് നിങ്ങളെ നല്ലൊരു ലിപ് ഷെയ്ഡാണ് കാണിക്കുന്നത്. മാർസിൻ്റെ ലിപ് ക്രയോൺ ഗേൾ പവർ 10. അതാണ് ഈ ലിപ് ഷെയ്ഡ്. നല്ല സൂപ്പർ കളറാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുമ്പോൾ നമുക്ക് ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് കയ്യിൽ വയ്ക്കാവുന്ന ഒരു ഷെയ്ഡാണിത്. പിന്നെ ലിപ് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ പൊതുവേ ആളുകൾ ലിപ്സ്റ്റിക്കിനോടുള്ള ഒബ്സഷൻ കൂടി വരികയാണ്. സോ അവർ ആഫ്റ്റർ കെയർ എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെ ലിപ്പിൻ്റെ നാച്ചുറൽ കളർ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലിപ്പിൻ്റെ കളറ് നാച്ചുറലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു ആഫ്റ്റർ കെയർ എന്ത് ചെയ്യാൻ നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ നിസ്സാരമായി ചെയ്യാവുന്ന 2 റെമഡീസാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, നമ്മൾ അല്പം ഒരു 1/4 ടീസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി എടുത്തിട്ട് 1 സ്പൂൺ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അല്പം ബട്ടർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്പിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലിപ്പിൻ്റെ മോയിസ്റ്റ് നേച്ചർ, കാരണം ലിപ്പ് വളരെ മൃദുവായ ഒരു ബോഡി പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ലിപ് ഷെയ്ഡ് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക്കിനെ എപ്പോഴും അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ അല്പം വെണ്ണയും ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി ഇട്ടിട്ട് ഒരു ജ്യൂസാക്കി റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഈ ലിപ് കളറിന് വേണ്ടി എനിക്കും വേണം എന്ന് പറഞ്ഞ് കരയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ അവർക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ വീക്കിലി നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ഭാഗമായിട്ട് നിങ്ങൾ ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ ലിപ്പിന് നല്ലതായിരിക്കും. കാരണം ലിപ്പിൻ്റെ ഈ മുകളിലത്തെ എപ്പിത്തീലിയൽ ലെയറൊക്കെ ഡെഡായിട്ട് അവിടെ തന്നെ പറ്റി പിടിക്കുമ്പോൾ ആണ് ഈ കറുപ്പ് നിറമായിട്ട് നമുക്ക് പുറമേക്ക് തോന്നുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വെയിലടിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗിൻ്റെ യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വായ തുറന്ന് ഉറങ്ങുന്നത് കൊണ്ട് ലിപ്പ് ഡ്രൈ ആയി പൊട്ടി എപ്പിത്തീലിയൽ സെൽസ് അങ്ങനെ വരുന്നതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ, അതുകൊണ്ട് വെയിലടിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയൊരു ബ്ലാക്ക് കളർ സംഭവിക്കുന്ന ആളുകൾക്ക് പഞ്ചസാരയും അല്പം തേനും കൊടുത്ത് ജെൻറ്റിലായിട്ട് റബ്ബ് ചെയ്ത് ആ ലിപ്പിൻ്റെ ആ നാച്ചുറൽ ടിൻ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാൻ പറ്റും. മറ്റൊന്നാണ് കോഫിയും ഹണിയും കൂടി മിക്സ് ചെയ്ത് ജെൻറ്റിലായിട്ടൊന്ന് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിപ്പ് എപ്പോഴും മോയിസ്റ്റാക്കി വെക്കുക എന്നുള്ളത്. ലിപ്പ് മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് വെണ്ണയോ അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.